ഓരോ വിഷയങ്ങളിലും മനുഷ്യോന്മുഖമായ നിലപാടുകൾ എടുത്തിരുന്നു അദ്ദേഹം. നമുക്കറിയാൻ കഴിഞ്ഞ 12 കൊല്ലം വളരെ നിർണായകവുമാണ്. അപ്പൊ അതിൽ തുടരുക, ആ വെളിച്ചം പിന്തുടരുക എന്നുള്ളതല്ലാതെ വേറൊരു സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഇതിൽ നിന്ന് വലിയ വ്യതിയാനം, മാറ്റം വരുത്താൻ ഫ്രാൻസിസ് പാപ്പയെ പിന്തുടർന്നു വരുന്ന മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അത്രമാത്രം ചരിത്രത്തിൽ മനുഷ്യ മനസ്സാക്ഷിയിൽ ലോകത്തിന് മുന്നിൽ അത് മുദ്രണം ചെയ്യപ്പെട്ട ഒന്നായി ഫ്രാൻസിസ് പാപ്പയുടെ വ്യതിയാനം മാറിക്കഴിഞ്ഞു. അദ്ദേഹം സംസാരിക്കുമ്പോൾ മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനല്ല, ക്രിസ്തു തന്നെ, യേശു തന്നെ സംസാരിക്കുന്ന അനുഭവമാണ് ലോകത്തിന് ഉണ്ടായിട്ടുള്ളത്. സുവിശേഷത്തിൽ യേശു ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവരെയൊക്കെ അകറ്റി നിർത്തപ്പെടുന്നവരെ അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത്, വിധിക്കാൻ ഞാൻ ആരാണ് എന്നുള്ളത്. ആരെയും വിധിക്കാൻ മാർപ്പാപ്പ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകം ഇവിടെ ഇപ്പോൾ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. മതിലുകൾ പൊളിക്കുക, പാലങ്ങൾ പണിയുക എന്നുള്ളതായിരുന്നു അത്. ഇവിടെ ഇപ്പോൾ ഈ സമീപകാലത്ത്, ഇന്നിപ്പോൾ എൻ്റെ തന്നെ ജീവിതകാലം എടുക്കുകയാണെങ്കിൽ നിരവധി മാർപ്പാപ്പമാരുടെ മരണം കണ്ടിട്ടുണ്ട്, പുതിയ പാപ്പാമാരുടെ വരവ് കണ്ടിട്ടുണ്ട്. ചിലരെയൊക്കെ ലോകം വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകം സ്നേഹിച്ച ഒരു പാപ്പായെ ഞാൻ ആദ്യമായി കാണുന്നത്, അല്ല എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ജോൺ 23-ാമനാണ്. വത്തിക്കാൻ സൂർഗദോസിലൂടെ കത്തോലിക്ക സഭയ്ക്ക് പുതിയ മാർഗദർശനം നൽകിയ അടിമുടി സമൂലമായ നവീകരണത്തിന് കാരണക്കാരനായ പാപ്പയായിരുന്നു. എല്ലാവർക്കും അക്കാലത്ത് ഇഷ്ടമുണ്ടായിരുന്ന, സ്നേഹമുണ്ടായിരുന്ന ജോൺ 23-ാമൻ. അതിനുശേഷം നമ്മൾ ജോൺ പോൾ 2-ാമനെ കണ്ടു. ജോൺ പോൾ 2-ാമനേക്കാൾ ലോകത്തിന് പ്രിയങ്കരനായ ഒരു പാപ്പ ഉണ്ടാവില്ല എന്ന് നമ്മളത് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി ഫ്രാൻസിസിൻ്റെ കാലം വന്നു. ഫ്രാൻസിസ് പാപ്പയുടെ കാലം എന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ സജീവമായ ഒരു കാലമായിരുന്നു. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സ്വന്തം ജീവിതത്തിലൂടെ പുതിയ വ്യാഖ്യാനം നൽകി, പുതിയ മാതൃകകൾ നൽകി, അതിനെ ആധുനിക കാലവുമായി അഡാപ്റ്റ് ചെയ്യുന്ന ഒന്നായി അദ്ദേഹത്തിൻ്റെ ആ പേപ്പസി മാറുകയുണ്ടായി. അദ്ദേഹം അഭിപ്രായം പറയാത്ത വിഷയങ്ങളില്ല. ടെലിവിഷൻ ചാനലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ആധുനിക കാലത്തെ ടെലിവിഷൻ ജേർണലിസം എന്ന് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഈ നാം ജീവിക്കുന്ന ഈ ലോകം, ആ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ചോദ്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു പേപ്പസി ആയിരുന്നു ഫ്രാൻസിസിൻ്റേത്. അദ്ദേഹം പാപ്പയായി എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അമേരിക്കയിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് പോപ്പ് വന്നിരിക്കുന്നു, ഒരു ഇടതുപക്ഷ പോപ്പ് വന്നിരിക്കുന്നു. ആ പ്രസ്താവനയെ, വിശേഷണത്തെ ഫ്രാൻസിസ് പാപ്പ നിഷേധിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, കമ്മ്യൂണിസ്റ്റുകാരിലും നല്ലവരുണ്ട്, പല നല്ല മനുഷ്യരും അക്കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് നേരിട്ടറിയാം. ഇടതുപക്ഷ പാപ്പ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ അതിൽ അദ്ദേഹത്തിന് ഒരു പരിഭവവുമില്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതായിരുന്നു. ഒടുവിലെ വിശ്വാസികളും വിപ്ലവകാരികളും വിമോചനം എന്ന ഒരു ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് വ്യത്യസ്തമായ പാതകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവർ അവിടെ യോജിക്കും, ആ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് യോജിക്കേണ്ടി വരും എന്ന സത്യം, എന്ന തത്വം ഫ്രാൻസിസ് പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് മറ്റുള്ളവരുമായി, നിരീശ്വരവാദികളുമായി, വിപ്ലവകാരികളുമായി, കമ്മ്യൂണിസ്റ്റുകാരുമായി ഒക്കെ അദ്ദേഹം സമ്പർക്കവും ബന്ധവും സ്ഥാപിച്ചിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ക്യൂബയിലെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത പാപ്പ ഈ മാർപ്പാപ്പയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതിന് നന്ദി പറയുന്നതിന് വേണ്ടി വത്തിക്കാനിലെത്തിയ ക്യൂബയുടെ അന്നത്തെ പ്രസിഡന്റ് റൗൾഫ്, ഫിഡൽ കാസ്ട്രോയുടെ സഹോദരൻ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ പാപ്പ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയായി മാറും എന്ന് പറഞ്ഞു. അതാണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുക, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ഉപേക്ഷിക്കാനാവാത്ത, നിർബന്ധമായും അനുകരിക്കേണ്ടതായ ഒന്നാക്കി മാറ്റുക. തീർച്ചയായും അതിൽ അങ്ങേയറ്റം വിജയിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായിട്ടും.